ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ. പ്രകൃതി സൗന്ദര്യവും ഔഷധവീര്യവും വഴിഞ്ഞൊഴുകുന്ന വയനാടൻ മലനിരകളുടെ പടിഞ്ഞാറൻ താഴ്വരയിലാണ് പ്രസിദ്ധമായ ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇക്കര കൊട്ടിയൂരെന്നും അക്കര കൊട്ടിയൂരെന്നും രണ്ട് പേരുകളിലാണ് ഈ ക്ഷേത്ര സങ്കേതങ്ങൾ അറിയപ്പെടുന്നത്. ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിത്യപൂജാ സമ്പ്രദായമാണുള്ളത്. എന്നാൽ അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവ കാലത്ത് മാത്രമാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ എന്ന പോലെ അക്കരെ സ്ഥിരമായ നമസ്കാര മണ്ഡപം, ഗോപുരം, തിടപ്പള്ളി തുടങ്ങിയവ ഇല്ല. വൈശാഖ മഹോത്സവ കാലഘട്ടത്തിൽ മാത്രം താൽക്കാലികമായാണ് അവയൊക്കെ നിർമ്മിക്കുന്നത്. യാഗവേളയിലെ പർണശാലകളെ അനുസ്മരിപ്പിക്കുമാറ് തെങ്ങിൻ്റെ ഓല കൊണ്ട് മടഞ്ഞുണ്ടാക്കിയതാണ് അവിടുത്തെ നിർമ്മിതികൾ. മണിത്തറക്ക് ചുറ്റിലുമായി സ്ഥിതി ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരു ചിറ കാണാം. ഇതിനെ തിരുവഞ്ചിറയെന്ന് പറയുന്നു. മണിത്തറക്ക് മുകളിലായി കാണുന്ന പടുകുഴിയിലാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ സ്വയംഭൂവായി കൊടികൊള്ളുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം യുഗയുഗാന്തരങ്ങൾ ഈ പുണ്യഭൂമിയെ ഒരു ഘോര വനപ്രദേശമാക്കി മാറ്റി. മണ്ണിൻ്റെ അവകാശിയും ആദിമ വംശജനുമായ ഒരു കുറിച്യ യുവാവ് തൻ്റെ ഉപജീവന മാർഗവും നിത്യവിനോദവുമായ നായാട്ടിനായി കാട്ടിലൂടെ തൻ്റെ ഇരയെ തേടി അലഞ്ഞു തിരിയുകയായിരുന്നു. തൻ്റെ ആയുധമായ അമ്പിന് അല്പം മൂർച്ച വരുത്തുന്നതിനായി അവൻ തൻ്റെ മുമ്പിൽ കണ്ടതായി ഒരു കല്ലിൽ അണച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, കല്ല് രണ്ടായി പിളർന്ന് രക്തം കുടുകുടെ ഒഴുകുവാൻ തുടങ്ങി. നിലയ്ക്കാത്ത രക്തപ്രവാഹം കണ്ട് ആ യുവാവ് ഭയചകിതനായി. ആ കുറിച്യ യുവാവ് പെരുമാളെ എന്ന് ഉറക്കെ നിലവിളിച്ചു. വനത്തിൽ നിന്നും അല്പമകലെ സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറ്റ ഇല്ലത്തെത്തി. ഭയചകിതനായ ആ യുവാവിന് അല്പനേരത്തേക്ക് ഒന്നും തന്നെ സംസാരിക്കുവാൻ കഴിഞ്ഞില്ല. അല്പസമയത്തിനു ശേഷം അവൻ തിരുമേനിയുടെ കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തി. അതിനുശേഷം യുവാവ് അന്നത്തെ നാടുവാഴികളും ഭൂപ്രഭുക്കന്മാരുമായ 4 വീട്ടിൽ നായന്മാരെയും കാര്യങ്ങൾ ഉണർത്തിച്ചു. കുറിച്ച് യുവാവ് പറഞ്ഞതായ സംഗതിയുടെ നിജസ്ഥിതി അറിയുന്നതിനായി 4 വീട്ടിലെയും കാരണവന്മാർ പടിഞ്ഞാറ്റ ഇല്ലത്തെത്തി ബ്രാഹ്മണ ശ്രേഷ്ഠനെ കണ്ടു ചിന്ത നടത്തി. തനിക്കും ഈ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് തിരുമേനി അറിയിച്ചു. ആയതിനാൽ ഒരു വിദഗ്ധനായ ജ്യോതിഷിയെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന തിരുമേനിയുടെ നിർദ്ദേശമനുസരിച്ച് അന്നത്തെ നാട്ടിലുള്ള ജ്യോതിഷ പ്രമുഖന്മാരെ വിളിച്ചു വരുത്തി വിശദമായ ഒരു പ്രശ്നചിന്ത നടത്തിയ ജ്യോതിഷ പ്രമുഖന്മാർ എല്ലാവരും കുറിച്യ യുവാവ് അമ്പണച്ചതായ കല്ല് കേവലം ഒരു ശിലയല്ലെന്നും സാക്ഷാൽ ശ്രീ കൈലാസനാഥൻ ശ്രീ മഹാദേവൻ സ്വയംഭൂവായി സാന്നിധ്യം കൊള്ളുന്നതാണെന്നും കാണുകയുണ്ടായി. ആയതുകൊണ്ട് എത്രയും വേഗം തന്നെ പ്രസ്തുത സങ്കേതത്തിൽ ചെന്ന് ശിലയിൽ യഥാവിധി പ്രായശ്ചിത്ത പരിഹാരാദി കർമ്മങ്ങൾ ചെയ്തു വരണമെന്നും അല്ലാത്തപക്ഷം ദൈവകോപത്തിനും നാടിനും ദേശവാസികൾക്കും ദുരിതങ്ങൾക്ക് കാരണമാകുമെന്നും ജ്യോതിഷന്മാർ പ്രവചിക്കുകയുണ്ടായി. ജ്യോതിഷ പ്രമുഖന്മാരുടെ നിർദ്ദേശാനുസരണം പടിഞ്ഞാറ്റ ഇല്ലം തന്ത്രി പരികർമ്മികളോടൊത്ത് പരിഹാരങ്ങൾ ചെയ്യുകയുമുണ്ടായി. ആദിയിൽ നടത്തിയതായ കർമാദികളെ അനുസ്മരിപ്പിക്കുന്ന കർമ്മങ്ങൾ ഇന്നും അക്കര ക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവവേളയിൽ ചെയ്തു വരുന്നു. 14 ലോകങ്ങളെയും സപ്തസാഗരങ്ങളെയും അറിയിച്ചുകൊണ്ട് അതിമഹത്തായ ഒരു യാഗകർമ്മത്തിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ദക്ഷ പ്രജാപതി സജ്ജമാക്കി. ബൃഹസ്പതി സവം എന്നു പേരായ ഈ യാഗകർമ്മത്തിൽ സാന്നിധ്യമരുളുവാൻ ദക്ഷൻ ലോകം മുഴുവനുള്ള പ്രമുഖന്മാരെയും സജ്ജനങ്ങളെയും തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ മഹാദേവൻ്റെയും ദേവിയുടെയും അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ വേളയിൽ യാഗകർമ്മങ്ങൾക്ക് ആരംഭം കുറിച്ചു. തന്നെ അപമാനിക്കുന്നതിനു വേണ്ടി മാത്രം നടത്തുന്നതായ യാഗത്തെ സംബന്ധിച്ച് വിവരങ്ങൾ മുൻകൂട്ടി തന്നെ അറിയാവുന്ന മഹാദേവനിൽ യാതൊരു ചഞ്ചലതയും സൃഷ്ടിച്ചില്ല. പിതാവ് നടത്തുന്ന അതിമഹത്തായ യാഗവിവരം സതീദേവിയെ നൊമ്പരപ്പെടുത്തി. ഏതു വിധേനയും മഹായാഗത്തിൽ പങ്കെടുക്കണമെന്നുറപ്പിച്ച സതീദേവി മഹാദേവനോട് അപേക്ഷിച്ചു. ദേവിയുടെ അഭ്യർത്ഥന സ്വീകരിച്ച മഹാദേവൻ യാഗത്തിൽ പങ്കെടുക്കുവാൻ മൗനാനുവാദം നൽകി. ഏതെങ്കിലും വിധത്തിൽ തൻ്റെ പ്രിയതമയ്ക്ക് അപമാനം ഏൽക്കേണ്ടി വന്നാൽ തനിക്കത് ക്ഷമിക്കുവാൻ സാധിക്കുകയില്ല എന്ന് മഹാദേവൻ ദേവിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സതീദേവിക്ക് അകമ്പടിയായി ശ്രീ പരമേശ്വരൻ അനേകം ഭൂതഗണങ്ങളെ കൂട്ടിനായി അയക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് സുന്ദര സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് ഭൂതഗണ പരിവാര സമേതം പ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ നുകർന്നുകൊണ്ടും കാട്ടരുവികളുടെയും കുരുവികളുടെയും കളകളാരവങ്ങൾ ശ്രവിച്ചുകൊണ്ടും യാത്ര തുടർന്നതായ ദേവി സഞ്ചരിച്ച പ്രദേശങ്ങളുടെ നാമങ്ങൾ പരിശോധിച്ചാൽ ദക്ഷ പ്രജാപതി യാഗകർമ്മം ചെയ്ത പ്രദേശമാണ് ശ്രീ കൊട്ടിയൂർ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. സ്വപുത്രിയുടെ ആഗമനത്തിൽ ഒട്ടും സന്തുഷ്ടനല്ലാതിരുന്ന ദക്ഷൻ
കോപിഷ്ഠനാവുകയും ദാക്ഷായണീ ദേവിയെ പരിഹസിക്കുകയും ചെയ്തപ്പോൾ യാഗവേദി തന്നെ ആകെ ശോകമുഖമായി ഒരന്തരീക്ഷത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. ദുഃഖം സഹിക്കാനാകാതെ സതീദേവി യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്തു. വീരഭദ്രസ്വാമികൾ അവതരിച്ച് ദക്ഷൻ്റെ തലയറക്കുകയും ചെയ്തു. യാഗകർമ്മങ്ങൾ പൂർത്തീകരിക്കാതെ വന്നാൽ ഭൂലോകത്തിന് തന്നെ നാശം സംഭവിക്കാനിടയുണ്ട്. ആയതിനാൽ ദേവന്മാരും മുനിമാരും ചേർന്ന് ബ്രഹ്മാവിനെ കാണുകയും സങ്കടങ്ങൾ അറിയിക്കുകയും ചെയ്തു. വൈകുണ്ഠവാസിയും സാക്ഷാൽ മോക്ഷദായകനുമായ ശ്രീ മഹാവിഷ്ണുവിന് മാത്രമേ കൈലാസനാഥനായ ശ്രീ പരമേശ്വരൻ്റെ കോപത്തെ ശമിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും ആയതുകൊണ്ട് അപ്രകാരം ചെയ്യുകയെന്നുമുള്ള ആജ്ഞ അനുസരിച്ച് ദേവാദികൾ വേഗം തന്നെ വൈകുണ്ഠത്തിലെത്തി കാര്യങ്ങൾ മഹാവിഷ്ണുവിനെ ധരിപ്പിച്ചു. ശ്രീ മഹാവിഷ്ണുവിൻ്റെ അപേക്ഷപ്രകാരം ശ്രീ മഹാദേവൻ അപ്പോൾ തന്നെ യാഗ പുനരാരംഭത്തിന് അനുമതി നൽകി. അനുമതി കിട്ടിയ മാത്രം തന്നെ യാഗ പൂർത്തീകരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ദേവാദികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. യാഗശാല പുനർനിർമ്മിക്കുകയും ചെയ്തു. യജ്ഞമൃഗമായി സമർപ്പിച്ചിരുന്ന ആടിൻ്റെ ശിരസ് ദക്ഷൻ്റെ കണ്ടത്തിൽ ചേർത്ത് പ്രാണൻ കൊടുത്തു. അതുപോലെ മറ്റെല്ലാവർക്കും പുനർജന്മം കൊടുക്കുകയും ചെയ്തു. പ്രാണൻ തിരിച്ചു കിട്ടിയ ദക്ഷൻ ദുരഹങ്കാരങ്ങളെ വെടിഞ്ഞ് ത്രിമൂർത്തികളുടെ അനുഗ്രഹാശീസുകളോടെ യാഗകർമ്മങ്ങൾ സമംഗളം പൂർത്തിയാക്കി. ദേഹത്യാഗം ചെയ്ത സതീദേവി പർവ്വതപുത്രിയായി വീണ്ടും ജനിക്കുകയും ശ്രീ മഹാദേവനെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. തിരുവഞ്ചിറയിൽ ഒരു ഭാഗത്തായി ജഗത് കല്യാണിയും ത്രൈലോക്യനാഥയുമായ സാക്ഷാൽ ശ്രീ സതീദേവി ദേഹത്യാഗം ചെയ്തതായ സ്ഥാനം അമ്മാറക്കല്ല് എന്ന പേരിൽ അറിയപ്പെടുന്നു. ശ്രീ മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം വീരഭദ്രസ്വാമികൾ യാഗശാല അടിച്ചു തകർത്ത് യാഗകർമ്മികളെയും പരിചാരകന്മാരെയും കൊന്നൊടുക്കുകയും ദക്ഷ പ്രജാപതിയുടെ ശിരച്ഛേദം ചെയ്യുകയുമുണ്ടായി. ആ സന്ദർഭത്തിൽ പ്രവഹിച്ചതായ രക്തം തളം കെട്ടി നിന്നതായ സ്ഥലം കാലാന്തരത്തിൽ തിരുവഞ്ചിറ എന്നറിയപ്പെട്ടു. തിരുവഞ്ചിറയ്ക്ക് മധ്യത്തിലായി മനോഹരമായ കരിങ്കല്ലുകളാൽ ആവൃതമായ ഈ തറക്ക് മുകളിലാണ് സാക്ഷാൽ കൈലാസനാഥൻ ശ്രീ മഹാദേവൻ സ്വയംഭൂവായി കുടികൊള്ളുന്നത്. വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന വാൾ ഈ അറയിലാണ് സൂക്ഷിക്കുന്നത്. ശ്രീ പരമേശ്വരൻ്റെ ആജ്ഞപ്രകാരം ഭൂമിയിൽ അവതരിച്ച വീരഭദ്രസ്വാമികൾ ദക്ഷൻ്റെ ശിരസ് അറുത്ത് ചുഴറ്റിയെറിഞ്ഞതായ ആ ദിവ്യായുധം അങ്ങകലെ വയനാട്ടിലെ മുതിരേരിയിൽ ചെന്ന് പതിച്ചുവെന്നാണ് ഐതിഹ്യം. അവിടെ സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിലെ പ്രത്യേക അറയിലാണ് വൈശാഖ മഹോത്സവത്തിന് ശേഷമുള്ള 11 മാസക്കാലം ഈ ദിവ്യായുധം സൂക്ഷിക്കുന്നത്. തിരുവഞ്ചിറകൾക്ക് മുകൾ ഭാഗത്ത് ചുറ്റുപാടുകളുമായി ഓലകൾ കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ കാണാം. ഇവയെ കയ്യാലകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹൈന്ദവ ജനവിഭാഗത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അവരവരുടേതായ അടിയന്തര കർമാദികൾ നിർവഹിക്കുന്ന ഒരു അഷ്ടബന്ധം, കളഭം, ആടിയനെയ്, തീർത്ഥം, ഉണ്ണിയപ്പം, തൃശൂലം എന്നിവ പ്രധാന പ്രസാദങ്ങളാണ്. വൈശാഖ മഹോത്സവ വേളകളിൽ ഓരോരോ ചടങ്ങുകളും അനുഷ്ഠാന കർമ്മങ്ങൾ കൊണ്ടും സമ്പ്രദായം കൊണ്ടും ആത്മനിർവൃതികരമാണ്. മേടമാസത്തിലെ വിശാഖം നാളിൽ ഇക്കരെ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന പ്രാക്കൂഴം, തുടർന്ന് നീരെഴുന്നള്ളത്ത്, മുതിരേരി വാൾവരവ്, നെയ്യാട്ടം, ഭണ്ഡാരം എഴുന്നള്ളത്ത്, പാലമൃത് എഴുന്നള്ളത്ത്, ആരാധനാ ചടങ്ങുകൾ, തിരുവോണം, രേവതി, അഷ്ടമിരോഹിണി എന്നിവയാണ്. ഇളനീർ വെപ്പ്, ഇളനീരാട്ടം, കലം വരവ്, കളപാട്ടം, തൃക്കലശാട്ട് എന്നിവയാണ്. ആരാധനാ ദിവസങ്ങളിലെ ശിവേലിക്ക് പ്രത്യേകതകളുണ്ട്. അന്ന് സ്വർണം, വെള്ളി, കലശകുംഭങ്ങൾ, വിളക്ക്, പാത്രവിശേഷങ്ങൾ എന്നിവയും എഴുന്നള്ളിക്കുന്നു. രോഹിണി ആരാധന എല്ലാം കൊണ്ടും വൈശേഷികമാണ്. അന്നേ ദിവസമാണ് സ്വയംഭുവെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ആലിംഗന പുഷ്പാഞ്ജലി എന്ന മഹൽ കർമ്മം നടക്കുന്നത്. ഏതൊരു ഭക്തൻ്റെ മനസ്സിലും ആത്മീയതയുടെ അമൃതകുംഭം നിറയ്ക്കും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അത്രമാത്രം വികാരനിർഭരവും ഭക്തി നിർഭരവുമാണ് ആ മഹത് കർമ്മം. മഹത് കർമ്മം ചെയ്യുന്നതിനുള്ള അവകാശാധികാരം തളിപ്പറമ്പിനടുത്തുള്ള കുർമാത്തൂർ ഇല്ലത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനാണ് ഈ അവകാശം. ശ്രീ ശങ്കരാചാര്യരുടെ നിർദ്ദേശാനുസരണം ഉത്സവാദി ചടങ്ങുകൾക്ക് തനതായ ചിട്ടയും അനുഷ്ഠാന ക്രമങ്ങളും രൂപപ്പെടുത്തിയതായും പറയപ്പെടുന്നു. ശ്രീ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുമല്ലോ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഹര ഹർ മഹാദേവ്.